കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം പകർന്ന റൊണാൾഡീഞ്ഞോ. നാഗ്ജി ഫുട്ബോളിന്റെ ബ്രാൻഡ് അംബാസിഡറായാണ് റൊണാൾഡീഞ്ഞോ കോഴിക്കോട്ടെത്തിയത്. മലബാറിലെ കാൽപന്ത് പ്രേമികൾ വൻ വരവേൽപ്പാണ് ബ്രസീലിയൻ മാന്ത്രികന് നൽകിയത്. ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന മലബാറുകാർക്ക് ഒരിക്കലും മറക്കാനാകാത്ത 2 ദിവസങ്ങൾ. ടിവിയിൽ മാത്രം കണ്ടുശീലിച്ച തങ്ങളുടെ പ്രിയപ്പെട്ട താരം പിന്നിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു ജനത മുഴുവൻ അതിന്റെ ഭാഗമായി. കരിയിലെ കിക്കിന്റെ മാസ്മരികതയുമായി വന്നെത്തിയ ബ്രസീലിയൻ ഇതിഹാസത്തെ കാണാൻ പതിനായിരങ്ങളാണ് കടവ് റിസോർട്ടിലേക്കും കോഴിക്കോട് ബീച്ചിലേക്കും ഒഴുകിയെത്തിയത്. ആദ്യം കോഴിക്കോട് വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പ്. താരത്തെ സ്വീകരിക്കാൻ നാഗ്ജി ഇന്റർനാഷണൽ ക്ലബ് ഫുട്ബോൾ സംഘടകരായ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും മോണ്ടിയൽ സ്പോർട്സ് മാനേജ്മെന്റ് LLP പ്രതിനിധികളും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. രാവിലെ 10 കൊച്ചിയിൽ നിന്നുള്ള ചാർട്ടേഡ് വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ താരം നേരെ പുറത്തേക്കുള്ള വഴി വരെ എത്തിയെങ്കിലും തിങ്ങി നിറഞ്ഞ ആരാധക കൂട്ടത്തെ കണ്ട് VIP ലോഞ്ചിലേക്ക് തിരികെ പോയി. 20 മിനിറ്റിന് ശേഷം കാണികളെ നിയന്ത്രണ വിധേയമാക്കിയതോടെയാണ് അവസാനം പുറത്തിറങ്ങിയത്. ഇതോടെ ആരാധകരുടെ കാത്തിരിപ്പിന്റെ നിയന്ത്രണം വിട്ടു. നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെ താമസ സ്ഥലമായ കടവ് റിസോർട്ടിലേക്ക് വഴിയിലുടനീളം തങ്ങളുടെ പ്രിയപ്പെട്ട റോയെ ഒരു നോക്ക് കാണാൻ ഫുട്ബോൾ പ്രേമികൾ തിരക്കുകൂട്ടി. വൈകുന്നേരത്തോടെ നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി കോഴിക്കോട് ബീച്ചിലേക്ക് സുരക്ഷാ ജീവനക്കാരുടെ അകമ്പടിയോടെ ജനസാഗരത്തിന് നേരെ കൈവീശിയെത്തിയ സൂപ്പർ താരത്തെ കണ്ട കാൽപന്ത് പ്രേമികൾ ആർത്തു വിളിച്ചു. റൊണാൾഡീഞ്ഞോ എന്ന വിളി മാത്രമായിരുന്നു എവിടെയും മുഴങ്ങിക്കേട്ടത്. സദസ്സിന്റെ ആരവവും വലിപ്പവും റൊണാൾഡീഞ്ഞോയുടെ കണ്ണുകളിലും വിസ്മയം തീർത്തിരുന്നു. ആർത്തിരമ്പുന്ന ഗാലറികൾ കണ്ടു ശീലിച്ച ബ്രസീലിയൻ താരം ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് ചെറിയൊരു നഗരത്തിൽ ഇത്ര വലിയ ആൾക്കൂട്ടം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വ്യക്തം. വേലിക്കെട്ടുകൾ ഭേദിച്ച് വേദിക്ക് താഴേക്കിറങ്ങിയ ജനത്തെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടും ആസ്വദിച്ചും കാണികൾക്ക് നേരെ കൈവീശിയും റൊണാൾഡീഞ്ഞോ ആരാധകരെ തൃപ്തരാക്കി. വേദിയിലുണ്ടായിരുന്നവരും റൊണാൾഡീഞ്ഞോക്കൊപ്പം നിൽക്കാനും സെൽഫി എടുക്കാനും മത്സരിച്ചു. നാഗ്ജി കുടുംബാംഗങ്ങളായ സന്ദീപ് മേത്ത, നിമേഷ് മേത്ത, ചിരാഗ് മേത്ത, മനോജ് മേത്ത എന്നിവരിൽ നിന്ന് സ്വർണ്ണക്കപ്പേറ്റ് വാങ്ങി സംഘാടകരായ KDFA മോണ്ടിയൽ സ്പോർട്സ് മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് കൈമാറിയായിരുന്നു ഉദ്ഘാടനം. ഏറ്റവും ഒടുവിലായി ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയനായ 3 വയസ്സുകാരൻ അനസിന് തന്റെ കയ്യൊപ്പ് ചാർത്തിയ പന്ത് സമ്മാനിച്ച് താരം കോഴിക്കോടിന്റെ പെരുമയായ നാഗ്ജി ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പൂർത്തിയാക്കി. രണ്ടാം ദിനം ഫുട്ബോൾ ഫോർ പീസ് പ്രചാരണാർത്ഥം നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കുട്ടികൾക്കൊപ്പം അല്പസമയം ചിലവഴിച്ച് ആരാധകരുടെ പ്രിയപ്പെട്ട റൊണാൾഡീഞ്ഞോ മടങ്ങി. മടക്കയാത്രയിൽ കാറിന് മുന്നിലേക്ക് ട്രാഫിക് സിഗ്നൽ കടപുഴകിയത് പരിഭ്രാന്തി പരത്തി. ആരാധകർക്കിടയിൽ കുടുങ്ങിയ കാർ ഒരു നിമിഷം വൈകിയതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ഇതൊഴിച്ചാൽ കേരള യാത്രയിൽ റൊണാൾഡീഞ്ഞോയ്ക്ക് ഓർത്തുവെക്കാൻ നല്ല നിമിഷങ്ങൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെയാകും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കേരളത്തിലെ ആരാധകർക്ക് നന്ദി പറഞ്ഞതും. വർഷത്തിനു ശേഷമുള്ള നാഗ്ജി ഫുട്ബോളിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഇതിലും വലിയ ജനപിന്തുണ ലഭിക്കാനില്ല. ഇനി ആവേശ പോരാട്ടങ്ങൾക്കായുള്ള കാത്തിരിപ്പാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിൽ ഒരു പക്ഷേ റൊണാൾഡീഞ്ഞോ പന്ത് തട്ടിയേക്കുമെന്ന പ്രതീക്ഷയും.